ഹവായി ഡോർസ് ആൻഡ് വിൻഡോസ് ഒരു ഫോക്കോ മോഡലാണ് പോകുന്നത്, ഒരു ഫ്രാഞ്ചൈസ് മോഡലല്ല. എന്താണ് ഈ ഫോക്കോ മോഡൽ, അതും ഫ്രാഞ്ചൈസ് മോഡൽ തമ്മിലുള്ള വ്യത്യാസം? ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ എൻ്റെ എല്ലാം രൂപപ്പെടുത്തിയത്. ഞാൻ കാര്യമായിട്ടൊന്നും എവിടെ നിന്നും കോപ്പി ചെയ്തിട്ടില്ല. എൻ്റെ പേരാണെങ്കിലും ബ്രാൻഡ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഞാൻ ചെയ്യുന്ന രീതികളാണെങ്കിലും ഇതൊന്നുമില്ല. പിന്നെ ബിസിനസ്സിൽ ഒരു എക്സ്പെരിമെന്റുകൾ നടത്താൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ആരും ചെയ്യാത്തത് ചെയ്തു നോക്കുക, നമ്മൾ ചിന്തിക്കുക. നമ്മൾ എന്തിനാ ഒരാളെ കോപ്പി ചെയ്യുന്നത്? നമ്മൾ അതിലും ക്രിയേറ്റീവായ ഒരാളാണെങ്കിലോ പോയില്ലേ, നമ്മളെ ക്രിയേറ്റിവിറ്റി പോയി. അപ്പൊ അത് മണ്ടത്തരല്ലേ? അതുകൊണ്ട് ഞാൻ ആലോചിച്ചത്, ഞാൻ ചിന്തിക്കട്ടെ ഒരു ഐഡിയ. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നമായിരുന്നു, നല്ല ഡോറാണ് പക്ഷെ വിൽക്കാൻ പറ്റുന്ന ഷോറൂമുകളില്ല. ഓരോ ആളുകളും ഡോർ ഒരു ഷോപ്പിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ 50 രൂപ 60 രൂപ 1,00,000 രൂപയൊക്കെ വിലയുള്ള ഒരു ഡോർ ഒരു കസ്റ്റമർ വാങ്ങുമ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ? അത് അവിടെ ആ ഷോറൂമിൽ വരുമ്പോൾ കിട്ടുന്നില്ല. ഇത് എനിക്കൊരു പ്രശ്നമായി തോന്നി. പക്ഷെ ഞാനൊരു ബ്രാൻഡ് ഓണറും ഒരു മാനുഫാക്ചറുമാണ് അല്ലെ, എനിക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റൂ? ഈ എല്ലാ സ്ഥലത്തും പോയി ഷോറൂം ഇടാൻ പറ്റില്ലല്ലോ. പക്ഷേ ഷോറൂമുള്ള ആളുകളോട് നിങ്ങൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ നല്ല ഷോറൂമുകൾ ഇടുന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇത് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞ എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് സൈലന്റ് പാർട്ട്നേഴ്സിനെ കണ്ടെത്തിക്കൊണ്ട് ഓരോ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യുക, ഷോറൂം വരിക. അതെങ്ങനെ നടത്തും? ഇതായി എൻ്റെ ചിന്ത. ആ ചിന്തയിൽ നിന്ന് ഞാൻ എത്തിപ്പെട്ടതാണ് നിങ്ങൾ ഈ പറഞ്ഞ ഫോക്കോ മോഡൽ. സ്ഥാപനം നടത്താൻ ഒരു പ്രൊഫഷണൽ സിസ്റ്റം ഞങ്ങൾ ബിൽഡ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ സൈലന്റ് ആയത് അവിടെ നിന്നാൽ മതി, ബാക്കിയെല്ലാം നമ്മൾ ചെയ്യണം.